യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഇവിടെയുള്ള ദൈവസഭയും സഭാ നേതൃത്വവും ക്രമീകരിച്ച ഈ ആത്മീയ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്നതിനും ഇവിടെയുള്ള ദൈവങ്ങളോട് ചേർന്ന് കൂട്ടായ്മ അനുഭവിക്കുന്നതിനും ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതിനും എനിക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേദിയൊരുക്കി ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച ഇവിടെയുള്ള ദൈവസഭയോടും സഭാ നേതൃത്വത്തോടും സഹോദരന്മാരോടും എനിക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും വിതരണത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുട്ടികൾ, ഈ സഭയിലുള്ള ചുമതലപ്പെട്ട മൂപ്പന്മാരും കർത്താവിന്റെ വേലയിലായിരിക്കുന്ന സഹോദരന്മാരും, അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇവിടെ ഓർമ്മിച്ചതുപോലെ തൃശ്ശൂർ ജില്ലയിൽ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ അല്പ കുറ്റബോധവും നഷ്ടബോധവും എന്നിലുണ്ട്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ വിട്ട് മാറ്റപ്പെട്ട വ്യക്തിയിൽ മാറ്റപ്പെട്ട പ്രിയ മറിയാമ്മച്ചി, അവര് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പരിചയപ്പെട്ട നാൾ മുതൽ വർഷം തോറും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചില കാരണങ്ങളാൽ വരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ പ്രാവശ്യം പ്രിയാമച്ചികളിൽ വന്ന് അല്പസമയം ചെലവഴിക്കണമെന്നൊക്കെ അതിയായ ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിനും മറ്റൊന്നായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ആ ഭവനത്തിൽ ഇന്ന് ആയിരിക്കാനും അവരുടെ സ്നേഹം അനുഭവിക്കാനും ഇവിടെയാക്കിയതോർത്ത് ദൈവം സ്തോത്രം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ഏകദേശം പേർക്കും ഞാനൊരു പുതുമുഖമാണെന്ന് എനിക്കറിയാം. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഇവിടെ നേരത്തെ ഓർമ്മിച്ചതുപോലെ ചെമ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുത്തെ സഭയിലെ അംഗമായിരുന്ന രോമോത്സവൻ കുടുംബമായിട്ട് കർത്താവിനെ ആരാധിക്കുന്ന സഭയിലെ ഒരെളിയ ശുശ്രൂഷകനാണ് ഞാൻ. എൻ്റെ ആത്മീയ പശ്ചാത്തലം എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ കുടുംബവുമൊക്കെ തികച്ചും ദുർബോധ സേവകരും വിദ്യാപൂജ ബിംബ സേവകരുമായിരുന്നു. എന്നാൽ എൻ്റെ മാതാവ് അല്പമായി സുവിശേഷ വെളിച്ചമുള്ള ഒരു മാതാവായിരുന്നു. അന്ന് വേർപെട്ട ദൈവജനത്തിന്റെ ഉപദേശമോ അതിലുള്ള കാര്യങ്ങളൊന്നും തിരുവനന്തപുരം ഭാഗത്ത് അധികം പ്രാർത്ഥിച്ചു വന്നിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ മൂത്ത മകനായിട്ടാണ് ജനിച്ചത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്നെക്കുറിച്ച് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഒരിക്കലും പിതാവിനെ പോലെ പിതാവിന്റെ ആ ഒരു മതത്തിലേക്ക്, ആ ഒരു ആചാരങ്ങളിലേക്ക് പോകരുത് എന്നുള്ള നിർബന്ധത്താൽ എൻ്റെ അമ്മ എന്നെ ഓർത്ത് വളരെ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി വളരെ ആഗ്രഹിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങൾ മൂന്ന് മക്കളാണ്. എനിക്ക് ഒരു പെങ്ങളുണ്ട്, എൻ്റെ ഒരു ബ്രദറുണ്ട്. അപ്പോൾ ആ നിലയിൽ 1995 കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ കർത്താവായ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഇവിടെ നാം നേരത്തെ കേട്ടതുപോലെ നമ്മുടെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലല്ല കർത്താവ് നമ്മെ രക്ഷിക്കുന്നത്, കർത്താവിന്റെ കൃപയാലാണ്. ഒരു യോഗ്യതയില്ലാതിരുന്ന, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അർത്ഥപ്രവണമായി കിടന്ന ഒരു രാത്രിയിലാണ് ഈ സുവിശേഷം കേൾക്കുവാനും യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി ഹൃദയത്തിൽ കർത്താവായ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനും ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും ഇടയായി. അങ്ങനെ കർത്താവിനായിട്ട് ജീവിതം സമർപ്പിച്ചു കൊടുത്തപ്പോൾ അന്ന് വരെ ജീവിച്ചു വന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നപ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പിന്നീട് അധികം വീട്ടിൽ നിന്നാൽ ഒരുപക്ഷെ വീണ്ടും പഴയ വഴിയിലേക്ക് മാറ്റപ്പെടുമെന്നുള്ളൊരു ഭയം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം തന്നെ ഒരു വഴി തുറന്നു തന്നു. എൻ്റെ അമ്മയുടെ ഇളയ അംഗ തിരുവനന്തപുരത്തുള്ള ഒരു ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ അവിടെ ഒരു ജോലിക്കായിട്ട് പോകുവാനിടയായി. അപ്പോൾ എന്നെ കൂടെ അവിടുന്ന് എന്റെ പ്രത്യേക ആ സാഹചര്യത്തിൽ നിന്നോ ഒന്ന് മാറ്റി നിർത്തണമെന്ന് അതിയായി ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ ഇളയ അമ്മാവനോടൊപ്പം അവിടെ ബൈബിൾ കോളേജിൽ പോകുവാനിടയായി. അവിടെ ദൈവവചനം കേൾക്കുവാനും വായിക്കുവാനും പഠിക്കുവാനും ഒക്കെ ഇടയായി. ഒരു ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജായിരുന്നു. അപ്പോൾ തന്നെ വേർപെട്ട ദൈവജനത്തിനിടയിലെ അനുഗ്രഹീതരായ 3 ദൈവദാസന്മാർ
അവിടെ വിസിറ്റിംഗ് പഠിപ്പിക്കുവാനായിട്ട് വരും, വിസിറ്റിംഗ് പ്രൊഫസേഴ്സായിട്ട്. അവരിൽ നിന്നും അനവധിയായ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, ഈ വേർപാട് പ്രദേശം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നാൽ അതിന് തൊട്ട് മുൻപായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ യേശു കർത്താവിനെ ഹൃദയത്തിൽ കർത്താവായ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ ആ പിതാവിന്റെ മതപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ആ ഒരു സംസ്കാരത്തിൽ നിന്നും ഒരു അല്പം മാറ്റം വന്നെന്നുവരികിലും എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് നാമധേയ സഭാബന്ധത്തിലുള്ള ഒരു സഭയുണ്ട്, അവിടെ പോകുവാനായിരുന്നു എനിക്ക് താല്പര്യം. ഞാൻ നോക്കിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രൂപം മാറി, ഭാവം മാറി, പേരുകൾ മാറി ഇവിടെയും ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതി. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഏറെ സ്നേഹിച്ച, എന്നെ രക്ഷയ്ക്ക് വേണ്ടി അതിയായി ആഗ്രഹിച്ച ഒരു ദൈവദാസൻ അദ്ദേഹം നിത്യത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇന്ന് അദ്ദേഹം ഭൂമിയിലില്ല. അദ്ദേഹം എന്നോട് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തി സ്നാനപ്പെടണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ധാരാളം ഞാൻ സഭയില്ലാത്ത വാക്കുകൾ പറഞ്ഞു. കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ ഇപ്പോൾ പോകുന്ന ഈ മതം അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്ന ഈ സമുദായത്തിൽ അങ്ങനെ ഒരു സമുദായമില്ല, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ആ കാര്യങ്ങൾക്ക് വാദഗതിയായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തോടെ, ഞാൻ വളരെ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോഴും എന്റെ തോളിൽ തട്ടി എന്നോട് പറഞ്ഞത്, പോയി ഒന്ന് ബൈബിൾ വായിക്കുക, ദൈവവചനം വായിക്കുക എന്നുള്ളതാണ്. അതൊരു വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുത്തു. ഈ ദൈവദാസനെ ഒന്ന് പരാജയപ്പെടുത്തണം, ഈ ദൈവദാസനെ ഒന്ന് ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇവർ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തെളിയിക്കുവാനായിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ ആരംഭിച്ചു. ഒരു വെല്ലുവിളിയോടൊപ്പം 3 മാസം കൊണ്ട് 3 പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർന്നു. എന്നിട്ടും ഒരൊറ്റ വാക്യം പോലും കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താനുള്ള ബന്ധത്തിൽ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ഇങ്ങനെ 3 മാസം കൊണ്ട് 3 പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർന്നതിന് ശേഷം ഞാൻ യേശുക്രിസ്തുവിനെ കർത്താവായ രക്ഷിതാവായിട്ട് സ്വീകരിച്ച വ്യക്തി കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെടണമെന്നുള്ള ആ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് എന്റെ മാതാവിനോടോ എന്റെ കുടുംബത്തിലുള്ളവരോടോ പറയാൻ എനിക്ക് അതിനുള്ളൊരു അവസരം ലഭിച്ചില്ല. അങ്ങനെ കർത്താവിന്റെ ജലത്തിൽ സാക്ഷിയിരിക്കാൻ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ ഇടയായി. തുടർന്നാണ് 1996 ഒരു മിഷണറി കോൺഫറൻസിൽ വെച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുകയും 2001 പഠനം കഴിഞ്ഞതിന് ശേഷം വേർപെട്ട് ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനും ചെമ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബമായി താമസിച്ച് ഇപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. ഞങ്ങൾ ഇന്ന് കുടുംബത്തിൽ പിതാവ് ഒഴികെ ബാക്കി എല്ലാവരും ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ ആത്മീയമായി വളരെ സന്തോഷത്തിൽ ദൈവകൃപയിലുമായിരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചതല്ല, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ദാനമാണ്, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആ നിലയിലാണ് ജോമോത്സവത്തും അവിടെ ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കുകയും ആ നിലയിൽ കൃത്യമായ ബന്ധം ഉണ്ടാക്കാൻ ഇടയായത്. അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇനി കൂടുതൽ ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ സമയം കവർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ അതിനെല്ലോ ക്ഷണിച്ചത് ദൈവവചന ശുശ്രൂഷയ്ക്കാണല്ലോ, അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ പറഞ്ഞു, സുവിശേഷ യോഗമല്ല, വിശ്വാസികളാണ് കൂടുതൽ കൂടി വരുന്നത്, അതുകൊണ്ട് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു വിഷയം പറയണമെന്നാണ് എന്നോട് പറഞ്ഞത്. ആ നിലയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ഒരു പ്രത്യേക പുസ്തകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രൂത്തിന്റെ പുസ്തകം, വിശുദ്ധ വേദപുസ്തകത്തിൽ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ആ 4 അധ്യായത്തിൽ നിന്നും ചില വസ്തുതകൾ ഈ 2 ദിവസങ്ങളായിട്ട് ഓർപ്പിക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, തിരുവെഴുത്തിൽ ഏകദേശ പുസ്തകങ്ങളും പുരുഷന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ സഹോദരിമാരോട് പരിഭവമൊന്നും ഉണ്ടാകാത്ത നിലയിലായിരിക്കണം ദൈവത്തിന്റെ ആത്മാവ് സഹോദരിമാരെ പരിഗണിച്ചിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ തിരുവെഴുത്തിൽ സഹോദരിമാരുടെ പേരിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 2 പുസ്തകങ്ങൾ വളരെയേറെ ആത്മീയമായ സാരസംഗതികളെ രേഖപ്പെടുത്തിയിരിക്കുന്ന, ആത്മീയമായി നാം ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായ നിരവധിയായ വിഷയങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് മുദ്രചാർത്തി നമ്മുടെ കൈകളിൽ തന്നിട്ടുണ്ട്. അതിൽ രൂത്തിന്റെ പുസ്തകമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ രൂത്തിന്റെ പുസ്തകത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ബൈബിളിലെ സംഖ്യാക്രമം അനുസരിച്ച് ഈ പുസ്തകം 8ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 8ാമത്തെ പുസ്തകമാണ്. നമുക്കറിയാം, 7 എന്ന് പറയുന്ന സംഖ്യ പൂർണ്ണതയുടെ ഒരു സംഖ്യയാണ്. 7
അപ്പോൾ 8 എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിന്റെ ഒരു സംഖ്യയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ രൂത്തിന്റെ പുസ്തകത്തിൽ 4 അധ്യായങ്ങളും 85 വാക്യങ്ങളുമാണ് ഉള്ളത്. 4 അധ്യായങ്ങളും 85 വാക്യങ്ങൾ. ഈ 4 അധ്യായങ്ങളിൽ ഓരോ അധ്യായത്തിൽ ഓരോ വിഷയമാണ് നമ്മൾ കാണുന്നത്. 1-ാം അധ്യായം എന്ന് പറയുന്നത് ചാപ്റ്റർ ഓഫ് വീപ്പിംഗ് അഥവാ കരച്ചിലിന്റെ അധ്യായമാണ്. കരച്ചിലിന്റെ അധ്യായമാണ് 1-ാം അധ്യായം. 2-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ചാപ്റ്റർ ഓഫ് വർക്ക്, ക്രിയയുടെ അധ്യായമാണ്. 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ചാപ്റ്റർ ഓഫ് വെയിറ്റിംഗ്, കാത്തിരിപ്പിന്റെ അധ്യായമാണ്. 4-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ചാപ്റ്റർ ഓഫ് വെഡിങ് അഥവാ വിവാഹത്തിന്റെ എന്നാണ്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് 10-ാം തലമുറയ്ക്ക് പോലും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ പാടില്ലാത്ത ശപിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ വന്ന രൂത്ത് മോവാബിൽ നിൽക്കുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ രൂത്ത് ബോവസിന്റെ വയലിൽ, 3-ാം അധ്യായത്തിൽ രൂത്ത് ബോവസിന്റെ കാൽക്കൽ, 4-ാം അധ്യായത്തിൽ രൂത്ത് ബോവസിന്റെ വീട്ടിൽ. ഇതാണ് ഇതിലെ വിഷയം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ ഏതൊരു പുസ്തകത്തിനും അതിൻ്റെതായ ചില പ്രത്യേകതകൾ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രൂത്തിന്റെ പുസ്തകത്തിലും ചില പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിലെ ചില പ്രത്യേകതകൾ ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, ഇതൊരു സ്നേഹത്തിന്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഒരിടത്തും സ്നേഹം എന്നൊരു വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഈ 85 വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിസ്സീമമായ ദൈവസ്നേഹത്തിന്റെ ചലനങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു പ്രത്യേകത, ക്ഷാമത്തോടും അന്നത്തോടും ഈ പുസ്തകം ആരംഭിക്കുന്നു. വലിയ വിലാപത്തോടും കരച്ചിലോടും കൂടെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. എന്നാൽ നമുക്കറിയാമല്ലോ, അത് അവസാനിപ്പിക്കുന്നതാകട്ടെ മനോഹരമായ ഒരു വിവാഹത്തോടും, അത് മാത്രമല്ല ഇനി ആരുമില്ല, തലമുറയില്ല എന്ന് പരിതപിക്കുന്ന, അത് നമ്മൾ ദൈവത്തിൽ അവസാന ഭാഗത്ത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അവിടെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായി, കുടുംബത്തിനൊരു മാറ്റം വരുന്ന നിലയിൽ ഒരു പുതിയ തലമുറ ഉദയം ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല, ഈ പുസ്തകത്തിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവജനത്തിനുണ്ടാകുന്ന കഷ്ടങ്ങൾ, അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർക്കുണ്ടാകുന്ന വേദനകൾ, പ്രതിസന്ധികൾ, അവ ഒന്നിന്റെയും അവസാനമല്ല, മറിച്ച് അതിനപ്പുറം ചില പുതിയ കാര്യങ്ങളുടെ തുടക്കമാണ് എന്നുള്ള വസ്തുത ഈ പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തരുന്നു. മറ്റൊരു കാര്യം, നാം ആഴത്തിൽ ആ ഭാഗം പഠിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്, ദൈവത്തിൽ അകന്നു പോകുന്ന ഏതൊരു മനുഷ്യനെയും ദൈവത്തിന് മടക്കി വരുത്തുവാൻ കഴിയും. ദൈവത്തിൽ നിന്നും, ദൈവകൃപയിൽ നിന്ന്, ദൈവിക വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ലോകത്തിലേക്കും ലോകമോഹങ്ങളിലേക്കും പോകുന്ന ഏതൊരു മനുഷ്യനെയും ദൈവം മടക്കി വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവം അതിന് കഴിവുള്ളവരാണ്, ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷെ കടുത്ത വില നൽകേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞേ മടങ്ങി വരുവാനായിട്ട് സാധിക്കും എന്നുള്ളതും ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ഒടുവിലായി, അർഹതയില്ലാത്ത സ്ഥാനത്ത് പെരുകി വരുന്ന, വർദ്ധിച്ചു വരുന്ന ദൈവകൃപയുടെ പറ്റാത്ത ഉറവിടമായിട്ട് രൂത്തിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാര്യങ്ങളെ കാണുവാനായിട്ട് കഴിയും. ഇതാണ് ഈ പുസ്തകത്തിലെ ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആ പുസ്തകത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനെ കുറിച്ചും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ മുൻപാകെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ആത്മീയമായി വളരെയധികം പ്രബുദ്ധരായവരും ദൈവവചനത്തിലേറെ അറിവും പരിജ്ഞാനവും മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ കഴിവുള്ളവരുമായതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആകയാൽ ആ ഭാഗം ഞാൻ പറയാതെ ആ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ഒന്ന് വരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിലെ 1-2 വാക്യങ്ങൾ ആരംഭമായി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യം. അവനെ എലിമേലെക്കും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും ഉണ്ട്. അവർ യെഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. ഈ 2 വാക്യങ്ങളിൽ നമ്മൾ ചില പ്രധാനപ്പെട്ട സ്ഥലത്തിന്റെ പേരുകൾ കാണുകയാണ്.
ഒന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് യഹൂദ എന്നാണ്. യഹൂദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്തുതി അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ യഹൂദയിൽ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ബെത്ലഹേം എന്ന് പറയുന്ന സ്ഥലമാണ്. ബെത്ലഹേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അപ്പത്തിന്റെ ഭവനമാണ്. ക്ഷാമം ഇല്ലാത്ത അല്ലെങ്കിൽ അപ്പത്തിന്റെ ഭവനമാണ്. അപ്പം സമൃദ്ധിയായിട്ടുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ബെത്ലഹേം. വീണ്ടും നമ്മൾ അടുത്ത് കാണുന്നത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എഫ്രാത്തിയം. എഫ്രാത്തിയം എന്ന് പറഞ്ഞാൽ വളരെ ഫലവത്തായ ഫലസമൃദ്ധമായ ഒരു സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. എലീമേലെക്ക് എന്ന് പറഞ്ഞാൽ ദൈവം എന്റെ രാജാവ്. നവോമി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ നിലയിൽ ഒരു ആത്മീയ സമ്പൽ സമൃദ്ധിയുടെ നടുവിൽ ജീവിച്ച ഒരു കുടുംബം, എലീമേലെക്കിന്റെ കുടുംബം. എലീമേലെക്ക് തന്റെ ഭാര്യ നവോമി, അത് മാത്രമല്ല 2 മക്കൾ, മഹ്ലോനും കില്യോനും. രോഗിയും ബലഹീനനും എന്നാണ് ആ പേരിന്റെ അർത്ഥം. ഇവർ ആ നാട്ടിൽ സമ്പന്നതയിൽ ജീവിക്കുകയാണ്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഫലകരമായ ജീവിതം ചെയ്ത് അപ്പത്തിന്റെ ഭവനത്തിൽ യാതൊന്നിനും കുറവില്ലാതെ സന്തോഷത്തിൽ ദൈവം എന്റെ രാജാവെന്ന് തന്റെ ജീവിതത്തിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട്, ദൈവം എന്റെ രാജാവാണെന്ന് തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചുകൊണ്ട് ലോകത്തിന് മുൻപാകെ സമൂഹത്തിൽ അയൽക്കാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ സാക്ഷ്യമുള്ളവരായി ജീവിക്കേണ്ടുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത് ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ ഒരു ക്ഷാമം ഉണ്ടായപ്പോൾ ആ ക്ഷാമത്തെ അതിജീവിക്കുവാനായിട്ട് ഈ കുടുംബം ദൈവത്തോട് ചോദിക്കാതെ, ദൈവഹിതത്തിന് കാത്തു നിൽക്കാതെ, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെടാതെ, എനിക്ക് കഴിക്കുവാനുള്ള വട്ടകയെന്ന് ദൈവം പറഞ്ഞ എല്ലാവിധമാകുന്ന അഴുക്കുചാലുകൾ കൊണ്ട് നിറഞ്ഞ നിഗൂഢമായിരിക്കുന്ന മോവാബിലേക്ക് അവിടെ അവർ പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പിന്മാറ്റം കടന്നു വരുന്ന വഴി നാം നോക്കേണ്ടത് ആവശ്യമാണ്. ദൈവസഭയിലേക്ക് കടന്നു വന്ന വിശ്വാസി, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന ആ വ്യക്തി, യേശുക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തി, ദൈവകൃപയിലേക്ക് വന്ന് ദൈവസഭയിലേക്ക് വന്ന യാതൊരുവിധ ആത്മീയ നന്മകൾക്കും കുറവില്ലാതെ ആത്മീയമായി സമർത്ഥമായി ജീവിതം ചെയ്ത് ഫലഭൂഷ്ടമായി ജീവിക്കുന്ന, ദൈവം എന്റെ കർത്താവ്, എന്റെ സന്തോഷം ദൈവമാണ്, എനിക്കൊന്നും കുറവില്ല എന്നുള്ള നിലയിൽ ജീവിക്കേണ്ട ഒരു വിശ്വാസി ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കാതെ, അതിന്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം മനസ്സിലാക്കാതെ, ക്ഷമയോടെ കാത്തിരിക്കാതെ, ദൈവകൃപയിൽ ആശ്രയിക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് സ്വന്തം വഴിയിലേക്ക് പോകുന്ന ദുഃഖകരമായ ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവകൃപയിൽ നിന്ന് പിന്മാറി പോകുന്ന, എല്ലാവിധ ആത്മീയ സമൃദ്ധിയും വിട്ടിട്ട് ഈ ലോകത്തിന്റെ അഴുക്കുചാലിലേക്ക് ഇറങ്ങിപ്പോകുന്ന, എന്തോ നേടുവാൻ വേണ്ടി, എന്തോ നേട്ടങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി, ജീവിക്കുവാൻ വേണ്ടി കടന്നു പോകുന്ന ഒരു കുടുംബത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തെ, ദൈവിക പ്രമാണങ്ങളെയും ദൈവത്തിന്റെ വാഗ്ദത്ത നാടിനെയും ദൈവിക പിതാക്കന്മാരെയും ദൈവികമായ വിശ്വാസ പ്രമാണങ്ങളെയും പുറകിലെറിഞ്ഞിട്ട് ഈ ലോകത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു കുടുംബത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും ഇന്നിന്റെ കാലഘട്ടത്തിൽ വിശ്വാസികളുടെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണിത്. സാധാരണ ഞങ്ങളുടെയൊക്കെ ആ ഭാഗത്ത് ധാരാളം പിന്മാറ്റക്കാരുണ്ട്. സുവിശേഷകന്മാർ ഒരുമിച്ച് പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടി വരുമ്പോൾ അവിടെ ഞങ്ങൾക്ക് സെക്കൻഡ് ഒരു പ്രവർത്തനമുണ്ട്, അതുപോലെ തന്നെ ഏകദിന സുവിശേഷ പ്രവർത്തനമുണ്ട്, YMFന്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പ്രവർത്തനങ്ങൾക്കായിട്ടൊക്കെ കൂടി വരുമ്പോൾ ദൈവദാസന്മാരായ സുവിശേഷകന്മാർ പലപ്പോഴും വളരെ ഹൃദയഭാരത്തോട് പറയുന്ന, പ്രാർത്ഥനയ്ക്കായിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. എന്താണെന്ന് അറിയാമോ? ആ കുടുംബം ഇപ്പോൾ അല്പം പിന്മാറ്റത്തിലാണ്, അവർ മടങ്ങി വരേണ്ടതിനായിട്ട് ദൈവദാസന്മാരും ദൈവജനവും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്ന് ചുരുക്കി പറഞ്ഞാൽ വിശ്വാസികളെക്കാൾ കൂടുതൽ സഭകളിലൊക്കെ ആര് പിന്മാറ്റക്കാരാണ്. പല ഘട്ടമാണ്, പല രീതിയിലാണ് പിന്മാറി പോകുന്നത്. ചിലർ അതേ വന്നിരുന്നാലും അവർ പിന്മാറ്റക്കാരായിരിക്കാനാണ് സാധ്യത. ചിലർ വരാതെ പിന്മാറുന്നു, മറ്റു ചിലർ ചില പ്രത്യേക യോഗങ്ങൾക്ക് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ഒരു ആകമാനം, ഒരു വൈറസ് പോലെ ലോകം മുഴുവൻ ആത്മീയ മണ്ഡലത്തിൽ, സഭാമണ്ഡലത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പിന്മാറ്റം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ വിനയത്തോടെ താഴ്മയോടെ ഓർമ്മിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എല്ലാവിധമാകുന്ന ആത്മീയ സംതൃപ്തിയും എല്ലാവിധമാകുന്ന ആത്മീയ സന്തോഷവും അനുഭവിച്ച് ജീവിക്കുന്ന വ്യക്തി ദൈവകൃപയിൽ നിന്ന് ഈ ലോകത്തിലേക്ക് പോകുമ്പോൾ നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ വ്യക്തി ആത്മീയ സമൃദ്ധിയിൽ നിന്ന് തീരാ ദാരിദ്ര്യത്തിലേക്കാണ് പോകുന്നത്. ആത്മീയ സുഖം വിട്ടിട്ട്
തീരാ ദുഃഖത്തിലേക്കാണ് പോകുന്നത്. ആത്മീയമായ നന്മ വിട്ടിട്ട് തീരാ തിന്മയിലേക്കാണ് പോകുന്നത്. അത് മാത്രമല്ല, സംതൃപ്തപരമായ ഒരു ജീവിതം വിട്ടിട്ട് അതൃപ്തിയായ ഒരു ജീവിതത്തിലേക്കാണ് വ്യക്തി പോകുന്നത്. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് പോകുന്നത്. ദൈവകൃപയിൽ നിന്ന് ന്യായവിധിയിലേക്കാണ് പോകുന്നത്. വിശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക്, സ്വാതന്ത്ര്യത്തിൽ നിന്ന് അടിമത്തത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഒരു വിരോധാഭാസ കാര്യം നാം കാണുന്നു. എന്താണ്? ന്യായാധിപന്മാർ അവിടെ ന്യായപാലനം ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് ക്ഷാമം ഉണ്ടായതെന്നാണ്. എന്താണ് ഈ ന്യായാധിപന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ പ്രത്യേകത? നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രം അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ചരിത്രം നാം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ജനത്തെ ദൈവം പല പ്രക്രിയയിലൂടെയാണ് അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ ഭരണം എന്ന് പറയുന്നത് പിതാക്കന്മാരാണ്. ഒരു കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന വ്യക്തിയാണ് ആ കുടുംബത്തിന് വേണ്ടി യാഗം കഴിക്കുകയും ആ കുടുംബത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതാണ് അബ്രഹാം, യോബ്, ഇങ്ങനെയുള്ളവരുടെ കുടുംബചരിത്രം നമുക്കറിയാം. അന്ന് പുരോഹിതന്മാരൊന്നുമില്ല. യോബാണ് തന്റെ കുടുംബത്തിന് വേണ്ടി യാഗം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിതാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു അന്നത്തെ തലമുറ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഇവിടെ നാം വായിക്കുന്നത് ന്യായാധിപന്മാരുടെ കാലഘട്ടം. അത് ദൈവമാണ് തന്റെ ജനത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനെ തിയോക്രസി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ദൈവിക ഭരണം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ആ ഭരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത മൊണാർക്കിയിലേക്ക് അഥവാ രാജകീയ ഭരണത്തിലേക്ക്, രാജകീയ വാഴ്ചയിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം. അപ്പോൾ ഈ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തിരുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ദൈവം അതാത് സമയത്ത് ഓരോ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ്. തന്റെ ജനത്തെ നേർവഴിക്ക് നടത്തുവാൻ, അവർക്ക് വേണ്ടി ആത്മീയ നന്മകൾ പകർന്നു കൊടുക്കുവാൻ, അവർക്ക് വേണ്ടി ആത്മീയ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ, അവരെ മുന്നിൽ നിന്ന് ആത്മീയമായി നയിക്കുവാൻ, അവരെ ഒരു ഒരുക്കപ്പെട്ട ജനമായി ഒരുക്കിയെടുക്കുവാനായിട്ട് ദൈവം ന്യായാധിപന്മാരെ ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ ശക്തിയാൽ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തിരുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ദൈവം തന്റെ ഭരണം നടത്തിയിരുന്ന ഒരു കാലഘട്ടമല്ലേ? ആ കാലഘട്ടത്തിൽ ക്ഷാമം ഉണ്ടാകുമോ? ക്ഷാമം ഉണ്ടാകാൻ പാടുണ്ടോ? അതും അപ്പത്തിന്റെ ഭവനമായ ബത്ലഹേമിൽ ക്ഷാമം ഉണ്ടാകാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവിക ഭരണത്തിന്റെ കീഴിലും എന്തുണ്ടാകുവാൻ സാധ്യതയുണ്ട്? ക്ഷാമം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, ഇല്ലായ്മകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, പോരായ്മകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ദൈവം തന്റെ ജനത്തിന്റെ നടുവിൽ ക്ഷാമം അനുവദിക്കുന്നത്? ദൈവം തന്റെ ജനമായ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ട് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവം മരുഭൂമിയിൽ വെച്ച് മോശയോട് പറഞ്ഞ ചില പ്രത്യേക വാക്കുകൾ ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 8-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ ദൈവം തന്റെ ജനത്തിനെ സമൃദ്ധിയായിട്ട് അവർക്ക് വേണ്ടി ആഹാരവും വസ്ത്രവും നൽകി, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി അവരോട് കൂടെ ഇരുന്ന് അവരെ ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുക്കാതെ അവരെ സംരക്ഷിച്ച് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ ദൈവം അവർക്ക് മുന്നമേ ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എന്താണ് ആ മുന്നറിയിപ്പുകൾ? നമുക്ക് വായിക്കാവുന്നതാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് ഈ ജനത്തിന് കഷ്ടത വരുത്തുന്നത്, ദൈവം എന്തുകൊണ്ടാണ് ഈ ജനത്തിന് ഇല്ലായ്മകൾ വരുത്തുന്നത് എന്നുള്ളതിന് ഒരു 4 പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വേദഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. ഒന്ന്, നമ്മളോട് വായിക്കുന്നത് എന്തുകൊണ്ടാണ് ദേശത്ത് ക്ഷാമം വരുത്തുന്നത്, എന്തുകൊണ്ടാണ് ദേശത്ത് പ്രതിസന്ധി കടന്നു വരുന്നത്, എന്തുകൊണ്ടാണ് വേദന ദൈവം വഹിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നീ നിന്റെ ദൈവത്തെ മറക്കാതിരിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ശരിയായിരിക്കുമ്പോൾ, സന്തോഷമായിരിക്കുമ്പോൾ, സമൃദ്ധിയില്ലാമായിരിക്കുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായിട്ട് പക്ഷേ രോഗങ്ങൾ നമ്മെ പിടിക്കാറില്ലേ? അപ്രതീക്ഷിതമായിട്ട് ചില മരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറില്ലേ? ചില ദുരന്തങ്ങൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ അപ്രതീക്ഷിതമായി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ തകർച്ചകൾ വരാറില്ലേ? ഇതിന്റെ പിന്നിലുള്ള കാരണം ഞാൻ ഓർമ്മിക്കട്ടെ, ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, ദൈവത്തിന്റെ കരുത്തിലാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നുവെങ്കിൽ ഓർമ്മില്ല, അതിന്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, അതിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് ആത്യന്തികമായി നന്മയായിരിക്കും, പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കുവാനും പക്ഷേ അല്പസമയം വൈകും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് തന്റെ ജനത്തിന്റെ മേൽ ക്ഷാമവും അതുപോലെ ഇല്ലായ്മകളും വരുത്തുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്,
ദൈവത്തെ മറന്നുള്ള ജീവിതം ഇന്ന് വിശ്വാസികളുടെയിലും യുവതലമുറയുടെ നടുവിലൊക്കെ നമ്മളത് കാണുന്ന ഒരു കാര്യമാണല്ലോ. ദൈവത്തെ മറന്ന മനുഷ്യൻ ഇന്ന് ജീവിക്കുകയാണ്. ദൈവത്തെ ദൈവിക പ്രമാണങ്ങളെ മറന്ന് ജീവിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നാം തരം താഴാതിരിക്കുവാൻ, ആ ഒരു അവസ്ഥയിലേക്ക് നാം വന്ന് നമ്മുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ശാപങ്ങൾ, ഇല്ലായ്മകൾ ദൈവം അനുവദിപ്പിക്കും എന്നുള്ളത് നാം നോക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് മറ്റൊരു വസ്തുത അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 8:11 ഒന്നുകൂടെ വായിച്ച് 8:11. ദൈവമായ യഹോവയെ നീ മറക്കാതിരിക്കുവാനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കുവാനും. വളരെ വ്യക്തമാണ്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വിധികളും ചട്ടങ്ങളും എന്ത് ചെയ്യാതിരിക്കുവാനാണ്? അലക്ഷ്യമാക്കാതിരിക്കുക. ദൈവത്തിന്റെ കൽപ്പനകൾക്കും ദൈവത്തിന്റെ വചനത്തിനും കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുവാൻ പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. വിശ്വാസികളുടെ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ പോലെയുള്ള മറ്റു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരുടെ ജീവിതത്തിൽ വളരെ ഉത്സാഹമാണ് ഈ കർത്താവിനെ അറിഞ്ഞപ്പോൾ കർത്താവിനെ കുറിച്ച് പറയുവാനും, കർത്താവിനെ കുറിച്ച് പാടുവാനും, കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുവാനും, കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാനൊക്കെ വളരെ ഉത്സാഹമാണ്. എന്നാൽ ചിലപ്പോൾ ചില തലമുറകൾ കഴിഞ്ഞ് വന്നവർക്ക് അത്ര തന്നെ ഒരു ഉത്സാഹം കണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വചനത്തെ അലക്ഷ്യമാക്കാതിരിക്കുവാൻ. ആത്മീയമായി ദൈവവചനം കേൾക്കുമ്പോൾ ഇതെല്ലാം നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണെന്നൊക്കെ ഒരു മനോഭാവം നമുക്കുണ്ട് എങ്കിൽ നാം വചനത്തെ അലക്ഷ്യമാക്കുകയാണ്. ദൈവവചനത്തിന്റെ കൽപ്പനകൾ അതുപോലെ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ കൽപ്പനകളെ, ദൈവവചനത്തെ അലക്ഷ്യമായി കാണുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് മറ്റൊരു കാര്യം അവിടെ നാം മനസ്സിലാക്കേണ്ടത്, അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, നിന്റെ ഹൃദയത്തിൽ നിഗളം സംഭവിക്കാതിരിക്കുക. ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദൈവം ക്ഷാമം വരുത്തിയത്? എന്തുകൊണ്ടാണ് എലീമേലെക്കിന്റെ ജീവിതത്തിൽ അപ്പത്തിന്റെ ഭവനമായ ബേത്ത്ലേഹേമിൽ പോലും ദൈവത്തെ സ്തുതിക്കുന്ന ഇടമായ എഫ്രാത്ത എന്ന് പറയുന്ന ഫലസമൃദ്ധമായ മണ്ണിൽ ദൈവം എന്തുകൊണ്ടാണ് ക്ഷാമം വരുത്തിയത്? അവർ ദൈവത്തെ മറക്കാതിരിക്കാൻ വേണ്ടിയല്ലേ? അവർക്കുള്ള ഭൗതികമായ നന്മയിൽ അവർ അഹങ്കരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയല്ലേ? അത് നാം ഓർക്കണം. ആ കുടുംബം ഓർക്കാതെ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 17-ാമത്തെ വാക്യത്തിൽ തൊട്ടുതാഴെ നാം വായിക്കുന്നത്, ഹൃദയത്തിൽ വമ്പ് പറയാതിരിക്കുക. ഹൃദയത്തിൽ ഈ കാണുന്നതൊക്കെ ഞാൻ നേടിയതാണ്, എന്റെ മുഴുക്കാണ്, എന്റെ കൈകളുടെ അധ്വാന ഫലമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിനെതിരെ കരമുയർത്താതിരിക്കുവാൻ, ദൈവത്തിനെതിരെ ശബ്ദമുയർത്താതിരിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ക്ഷാമം അനുവദിക്കും. ഇവിടെ എലീമേലെക്കിന്റെ ജീവിതത്തിൽ, എലീമേലെക്കിന്റെ കുടുംബത്തിൽ അപ്പത്തിന്റെ ഭവനമായ ബേത്ത്ലേഹേമിൽ ദൈവം ക്ഷാമം അനുവദിച്ചുവെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ, ദൈവത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചില ആലോചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കുവാൻ, അതിനുവേണ്ടി കാത്തിരിക്കുവാൻ, അത് കാണുവാനുള്ള കാഴ്ചപ്പാടോ, അത് മനസ്സിലാക്കുവാനുള്ള ഹൃദയമോ, അത് കേൾക്കുവാനുള്ള കാതോ ഈ കുടുംബത്തിൽ ഇല്ലാതെ പോയി എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. അവർ പലതും പ്രതീക്ഷിച്ചുകൊണ്ടാണ് മോവാബിലേക്ക് പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അതാണ് നമ്മൾ വായിക്കുന്നത്. അവർ പരദേശിയായി പാർക്കുവാനായിട്ട് അവിടെ പോയി എന്നാണ്. പരദേശിയായി പോകുന്നത്. പക്ഷേ പരദേശിയായി പാർക്കുവാൻ അവിടെ പോയവർ അവിടെ അവരെങ്ങനെ താമസിച്ചു? അവര് സ്ഥിരതാമസമായി അവിടുത്തെ പൗരത്വമൊക്കെ എടുത്ത് അവിടെ താമസിക്കുവാനായിട്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ വളരെ താഴ്മയോടെ നമുക്കത് ഓർക്കുവാനായിട്ട് സാധിക്കുന്നത്, മോവാബിൽ ധാരാളം അപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ അപ്പം ജീവനെ പിടിച്ചു നിർത്തുവാൻ പര്യാപ്തമായ അപ്പമായിരുന്നില്ല. അവിടെ സമൃദ്ധിയായ ജലം ഉണ്ടായിരുന്നു. പക്ഷെ ആ ജലം അവരുടെ ജീവനെ, അവരുടെ ആയുസ്സിനെ പിടിച്ചു നിർത്തുവാൻ പര്യാപ്തമായതായിരുന്നില്ല. അവിടെ ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമ്പത്ത് കൊണ്ട് അവർക്ക് നിത്യത നേടുവാനോ അല്ലെങ്കിൽ അവരുടെ ജീവൻ മറുപടിയായിട്ട് നൽകുവാനോ ആ സമ്പത്ത് പര്യാപ്തമായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. അവിടെ എലീമേലെക്ക് മരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു മുന്നറിയിപ്പായിരുന്നില്ലേ? നവോമിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഒരു ആലോചനയായിരുന്നില്ലേ? നീ മടങ്ങി നിന്റെ സ്ഥലത്തേക്ക് പോകണം. ദൈവമില്ലാത്ത, ദൈവിക ആരാധനയില്ലാത്ത, ദൈവിക പ്രമാണമില്ലാത്ത
യാഗവും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് വിഗ്രഹങ്ങളെ കൊണ്ട് നിബിഡമായിരിക്കുന്ന ദുർഭൂത സേവകളാൽ നിബിഡമായിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് പാപത്തിന്റെ എല്ലാവിധമാകുന്ന അതിന്റെ കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു വട്ടകയിലേക്കാണ് ഈ കുടുംബം പോയത്. അവിടെ പ്രാർത്ഥനയ്ക്ക് ആളില്ല, യാഗത്തിന് ആളില്ല, കൂട്ടായ്മയ്ക്ക് ആരുമില്ല. അങ്ങനെയുള്ള ഒരു ജനത്തിന്റെ നടുവിലേക്കാണ് അവർ പോയത്. ഇവിടെ കുടുംബത്തിലെ നാഥൻ ദൈവം എന്റെ രാജാവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ പോയി. രാജാവ് ദൈവത്തിന്റെ രാജാവാകണമെങ്കിൽ ദൈവം ഉള്ളിടത്ത് നീ എന്ത് ചെയ്യണം? കഴിയണം. ദൈവത്തിന്റെ ആ സർവൈവ് സ്ഥലത്ത്, ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് അവിടെ നീ കഴിയേണ്ടതാണ്. ദൈവമില്ലാത്ത സ്ഥലത്ത്, വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ ദൃഢമായ ഒരു സ്ഥലത്തേക്ക് ഇതാ അവർ പോയി. അവിടെ എലീമിലേക്ക് മരിക്കുന്നു. 2 ആൺമക്കളും മരിച്ച് അവിടെ തന്നെ അടക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ 6ാമത്തെ വാക്യത്തിൽ വളരെ വിശ്വാസികളാണ് നമുക്ക് വളരെ ആശ്വാസം നൽകുന്ന, വളരെ നാം ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഉൾക്കൊള്ളേണ്ടുന്ന ഒരു വാക്യമാണ് ദൈവാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ 6ാമത്തെ വാക്യം? യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് ഒരു സുവാർത്ത കേട്ടു. എന്താണ് ആ സുവാർത്ത? ദൈവം തന്റെ ജനത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്? സന്ദർശിച്ചിരിക്കുകയാണ്. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചാൽ ദൈവജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും. ഇതൊരു സുവാർത്തയാണ് അവളെ സംബന്ധിച്ചിടത്തോളം. ആ സുവാർത്ത കേൾക്കുവാനുള്ള കാത് നവോമിക്കുണ്ടായി. കാരണം എന്താണ്? ഇപ്പോൾ അവളുടെ ആശ്രയമായ അവളുടെ ഭർത്താവും അവളുടെ 2 ആൺമക്കളും ഈ ഭൂമിയിൽ എന്നേക്കുമായി മാറ്റപ്പെട്ടു. നോക്കുക, നവോമി ആ വാർത്ത കേട്ടപ്പോൾ തന്നെ ആ ദൈവിക ശബ്ദം ഹൃദയത്തിന് കുളിർമയേകുന്ന, ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന, അവളുടെ ശരീരത്തെ ഒന്ന് ഉണർത്തുന്ന, അവളുടെ കാലുകൾക്ക് വേഗത പകരുന്ന ഒരു അനുഗ്രഹീതമായ വാർത്തയാണ് അവൾ കേട്ടത്. 10 വർഷങ്ങൾക്ക് ശേഷം ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവൾക്ക് തന്റെ നാട്ടിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്ക്, ദൈവജനത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. ഒരു തീരുമാനത്തിലേക്ക് അവൾ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിന്മാറ്റത്തിലേക്ക് പോകുന്ന വിശ്വാസികൾ, ദൈവകൃപയിൽ നിന്നും ദൈവിക കൂട്ടായ്മയിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നവർ ഈ ലോകത്തിന്റെ കുത്തൊഴുക്കിലേക്ക്, ലോകത്തിന്റെ മ്ലേച്ഛകരമായ പാപജീവിതത്തിലേക്ക് പോകുമ്പോൾ ദൈവദാസന്മാരും ദൈവസഭയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ അരികിലേക്ക് വന്ന ഈ ദൈവശബ്ദം നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുമ്പോൾ അതിന് നല്ല വാർത്തയായി നിങ്ങൾ പരിഗണിച്ച ഒരു തീരുമാനത്തോടുകൂടി വരേണ്ടത് ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും അതിന് പലർക്കും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ നാം വായിക്കുന്നത്, ഇവിടെ ആ നല്ല വാർത്ത കേട്ടപ്പോൾ അതിനോട് അനുകൂലമായി നവോമി എന്ന് പറയുന്ന ആ പ്രിയ മാതാവ് പ്രതികരിക്കുവാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നവോമിയോട് നമ്മളിപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ കുടുംബമായി മോവാബിലേക്ക് പോയല്ലോ. അല്പം ക്ഷാമം വന്നപ്പോൾ ദൈവത്തിന്റെ സന്ദർശനം, ദൈവത്തിന് പറയാനുള്ള സന്ദേശം കേൾക്കുവാൻ അതിനുവേണ്ടി സമയം വേർതിരിക്കാതെ, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ നിങ്ങൾ മോവാബിലേക്ക് പോയല്ലോ. ഇപ്പോൾ എന്താണ് ജീവിതത്തിൽ നേടിയെന്ന് ചോദിച്ചാൽ നവോമി കണ്ണുനീരോടുകൂടെ കണ്ണുകളോട് പറയും, 3 ശവക്കുഴികൾ മാത്രമേ ഞാൻ നേടിയിട്ടുള്ളൂ. ജീവിതത്തിൽ വേറെ ഒന്നും നേടുവാനായിട്ട് കഴിഞ്ഞില്ല. അത് പിന്നീട് അവൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിറഞ്ഞവളായി പോയി. ഇപ്പോൾ എങ്ങനെ വന്നു? എന്റെ ചോദ്യം, ഇവിടെ ഉണ്ടായിരുന്ന നിറവുണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു, എന്തിനായി ഒഴിയാൻ വേണ്ടി അങ്ങ് പോയത്? അവൾ തന്നെ പറയുകയാണ്, അവൾക്ക് വിരോധമായി, എന്താണ്, ഞാൻ നിറഞ്ഞവളായിട്ടാണ് അവിടെ പോയത്, പക്ഷെ ഇപ്പോൾ ഒഴിഞ്ഞവളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതല്ലേ പിന്മാറ്റത്തിന്റെ മുഖം എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ തുടർന്ന് നാം വായിക്കുമ്പോൾ ഈ 3 പേരും ഒരുമിച്ച് യാത്ര ആരംഭിക്കുകയാണ്. 3 പേരും ഒരുമിച്ച് വാഗ്ദത്ത നാട് നോക്കി യാത്ര ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വഴിയിൽ വെച്ച് നവോമി ഒരു പരസ്യയോഗം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പരസ്യയോഗം നമ്മൾ വഴിയിലൊക്കെ വെച്ച് നടത്താറുണ്ട്, ഞങ്ങളുടെ ഭാഷയ്ക്കൊക്കെ നടത്താറുണ്ട്. ഒരു പരസ്യയോഗം പോലെ നവോമി ഒരു പ്രസംഗം ചെയ്യുകയാണ്. 2 ശ്രോതാക്കളെ ആരൊക്കെയാണെന്ന് അറിയാമോ? തന്റെ 2 മരുമക്കൾ. അവർ 3 പേരും ഒരുമിച്ച് യാത്ര ആരംഭിച്ചവരാണ്. നവോമി ഒരു പ്രസംഗം ചെയ്യുകയാണ്. ആ പ്രസംഗത്തിന്റെ വിഷയം എന്താണ്? ആ പ്രസംഗത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെന്നല്ല. ആ പ്രസംഗത്തിന്റെ വിഷയം എന്ന് പറയുന്നത് നവോമിക്ക് ഒന്നും കഴിയുകയില്ല, നവോമിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പ്രസംഗത്തിന്റെ കാതലായ വിഷയം. ഞാൻ ചുരുക്കിയാണ് പറഞ്ഞ് മനസ്സിലായത്. അവിടെ എനിക്കിനി കഴിയുകയില്ല, എനിക്കിനി എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുകയില്ല, എനിക്ക് പ്രായമായി, എനിക്കിനി നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ള നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ, നിരാശയുടെ വാക്കുകൾ, പ്രത്യാശയുടെ യാതൊരുവിധ വാക്കുകളും പറയാതെ, നോക്കുക, ഞാൻ പറയട്ടെ, ദൈവകൃപയിൽ നിന്ന് പിന്മാറി പോകുന്ന ഒരു വിശ്വാസിക്ക്
ദൈവത്തിൽ നിന്നും ദൈവസഭാ ബന്ധത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു വിശ്വാസിയുടെ നാവിൽ ഒരിക്കലും പ്രത്യാശയുടെ ധൈര്യത്തിന്റെ വാക്കുകൾ വരികയില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ വാക്കുകൾ കടന്നു വരികയില്ല. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ കടന്നു വരികയില്ല. അവരുടെ വായിൽ എപ്പോഴും വരുന്നതായിരിക്കും നിരാശയുടെ വാക്കുകളാണ്, അന്ധകാരം പരത്തുന്ന വാക്കുകളാണ്, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വാക്കുകളാണ്. ആ പ്രസംഗം അല്ലെങ്കിൽ ആ സന്ദേശം നിങ്ങൾ വായിച്ചാൽ പഠിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: അവൾക്ക് ഒന്നും കഴിയുകയില്ല, അവൾ എല്ലാ കാര്യങ്ങളും അവൾക്ക് അസാധ്യമാണ്. പക്ഷെ അവൾക്ക് ദൈവമുണ്ട്, ആ ദൈവത്താൽ സകലവും സാധ്യമാണെന്ന് പറയുവാൻ അവൾ മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. അനന്തരഫലം എന്താ സംഭവിക്കുന്നത്? ഒരുവൾ ആ നിരുത്സാഹപരമായ വാക്കുകൾ കേട്ട്, അല്ലെ, നിരാശജനകമായ വാക്കുകൾ കേട്ട് അവൾ പിന്മാറിപ്പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. അതിനൊരു സന്ദേശം വിശ്വാസികളോട് ബന്ധത്തിൽ ഞാൻ ഓർമ്മിക്കട്ടെ: നമുക്കൊന്നുകിൽ മറ്റുള്ളവരെ നമ്മുടെ വാക്കുകൾ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം, ദൈവകൃപയിലേക്ക് കൊണ്ടുവരാം. ചുരുക്കി പറഞ്ഞാൽ, ഒന്നുകിൽ നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നാം എന്തായിരിക്കും? ശാപമായിരിക്കും. വിശ്വാസികൾ ഞാനിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ആരെങ്കിലും നേടുവാൻ കഴിയുന്നുണ്ടോ? അതോ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ അതേ മറ്റുള്ളവരെ അതിൽ നിരുത്സാഹപ്പെടുത്തുകയാണ്? ഈ ദൈവകൃപയിൽ അകറ്റിക്കളയുന്നവരാണോ? ഒന്നുകിൽ ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു ശാപമായിരിക്കും. ഇവിടെ നവോമിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന കാഴ്ച, അവൾ തന്റെ മരുമക്കളുടെ മുൻപാകെ അവളൊരു ശാപമാണ്. അവൾ ശാപവാക്കുകളാണ് പറയുന്നത്. അവൾ ആ മരുമക്കളെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ അവൾ പരിശ്രമിക്കുന്നില്ല, അവരെ പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, ഒരു വിശ്വാസി ദൈവകൃപയിൽ നിന്ന് പിന്മാറി പോയ ആ വിശ്വാസിയുടെ ആത്മീയ ജീവിതം എവിടെ ചെന്നെത്തി നിൽക്കുന്നു എന്നുള്ളത് നാം നോക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോട് സുവിശേഷം പറയുക, താൻ അനുഭവിക്കുന്ന ഈ രക്ഷയുടെ സന്ദേശം, താൻ അനുഭവിക്കുന്ന ഈ ദൈവകൃപയുടെ സന്ദേശം, താൻ അനുഭവിക്കുന്ന ഈ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ മാർഗം മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ടുന്ന ആവേശകരമായ ഒരു കാര്യമാണ്. പക്ഷേ നാളുകൾ കഴിയുമ്പോൾ ആ ആവേശമൊക്കെ എന്ത് ചെയ്യുന്നു? തണുത്തു പോകും. ചൂടായി നിൽക്കുന്നതൊക്കെ തണുത്തുറഞ്ഞ് പോകുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളത് ആ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ ഓർപ്പ തന്റെ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിയുകയാണ്. ഓർപ്പ എങ്ങോട്ടാണ് പോയത്? രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അവൾ തന്റെ ദേവന്റെ അടുക്കിലേക്കും തന്റെ ജനത്തിന്റെ അടുക്കിലേക്കും. ഒന്ന്, അവൾ പോയത് തന്റെ ദേവന്റെ അടുക്കിലേക്കാണ്, മറ്റൊന്ന് തന്റെ ജനത്തിന്റെ അടുക്കിലേക്കാണ്. ഓർപ്പ ഈ ജീവിതത്തിൽ മടങ്ങിപ്പോയപ്പോൾ അവൾക്കുണ്ടായ നഷ്ടങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങൾ? ഞാനത് ചില കാര്യങ്ങൾ നോക്കിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഓർപ്പയ്ക്കുണ്ടായ നഷ്ടങ്ങൾ. ഒന്ന്, സത്യദൈവമായിട്ടുള്ള ഒരു ബന്ധം അവൾക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുവാനായിട്ട്. ദൈവവുമായിട്ടുള്ള യഥാർത്ഥമായ ജീവനുള്ള ഏകസത്യ ദൈവമായിട്ടുള്ള ആ പരിശുദ്ധനായ യഹോവയായ ദൈവവുമായിട്ടുള്ള ജീവനുള്ള ഏകസത്യ ദൈവവുമായിട്ടുള്ള ബന്ധം അവൾ എന്നേക്കുമായി അവളുടെ ജീവിതത്തിൽ നിന്ന് അറ്റുപോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമല്ലേ പ്രിയപ്പെട്ടവരെ? ഈ ലോകത്തിൽ ഏതെല്ലാം നിലയിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്ന് വരികിലും, ഈ ലോകത്തിൽ ഏതെല്ലാം നിലയിലുള്ള സ്വാധീനങ്ങൾ ഉണ്ട് എന്ന് വരികിലും, സാധാരണ സുവിശേഷ പുസ്തക വേദിയിൽ ഞാൻ പറയാറുണ്ട്, നമ്മുടെ കൈകളിൽ കൊണ്ട് നടക്കുന്ന മൊബൈൽ ഫോണിൽ ഒരു 10 നമ്പർ ഡയൽ ചെയ്താൽ അങ്ങേക്കറിയിൽ ഒരു പക്ഷേ ഈ നാട്ടിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയായിരിക്കാം ലഭിക്കുന്നത്, ഒരു പക്ഷേ ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായിരിക്കാം, അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ആ ബന്ധങ്ങളെല്ലാം താൽക്കാലികമാണ്. അദ്ദേഹത്തിന്റെ മരണത്തോടോ അല്ലെങ്കിൽ നമ്മുടെ മരണത്തോടോ ഒക്കെ ആ ബന്ധത്തിന് തിരശ്ശീല വീഴും. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ബന്ധമുണ്ട്, അത് ദൈവിക ബന്ധമാണ്. അതാണ് നമുക്കുണ്ടാകേണ്ടത്. ആ ബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമായി നിലനിൽക്കുന്നത്. ഭക്തനായ സാർ പാടിയതുപോലെ, മരണത്താൽ പറയാത്ത മകൾ സ്നേഹ പ്രഭയാൽ പിരിയ ബന്ധമാണിത് യുഗകാലം വരെ. ദൈവത്തിന് സ്തോത്രം. മരണത്താൽ പോലും അറിയാത്ത മകൾ സ്നേഹ പ്രഭയുടെ പിരിയ ബന്ധമായി അതൊന്നും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഓർപ്പയെ സംബന്ധിച്ചിടത്തോളം അവൾ അമ്മായിയമ്മയെ ചുംബിച്ച് അവൾ കരഞ്ഞ് പിന്മാറി പോകുമ്പോൾ അവൾ നടന്നത് വിശ്വാസത്താലല്ല, അവൾ കാഴ്ചയാലാണ് നടന്നത്. അവൾ യാത്ര ആരംഭിച്ചു, പക്ഷേ ആ യാത്ര പൂർത്തീകരിക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചില്ല. വഴിയിൽ വെച്ച് അവൾ തന്റെ ദേവന്റെ അടുക്കിലേക്കും തന്റെ ജനത്തിന്റെ അടുക്കിലേക്കും മടങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൾക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് സത്യദൈവമായിട്ടുള്ള ബന്ധം. രണ്ട്, അപ്പത്തിന്റെ ഭവനമായ
വാഗ്ദത്ത നാട്ടിലേക്ക് കാൽകുത്തുവാൻ, ആ വാഗ്ദത്ത നാടെന്ന് കാണുവാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെ? ആ വാഗ്ദത്ത നാട്ടിലേക്ക് അവൾക്ക് വരുവാൻ, അവിടെ വന്ന് ആ വാഗ്ദത്ത നാട്ടിലുള്ള നന്മകൾ അനുഭവിക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചു. മൂന്നാമതായിട്ട് മറ്റൊരു നഷ്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് പറയുന്നത് ദൈവജനവുമായിട്ട് അവർക്ക് ഇല്ലാതെപോയി. ഇതൊന്നും കുറഞ്ഞ കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ട് ബന്ധമുള്ളവർക്ക് തീർച്ചയായിട്ടും ദൈവജനവുമായിട്ട് ബന്ധമുണ്ട്, അതുണ്ടാകണം. അതാണ് പറയുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം ദൈവജനവുമായിട്ടുള്ള ബന്ധം അവർക്ക് നഷ്ടമായി. വീണ്ടും മറ്റൊരു നഷ്ടം എന്ന് പറയുന്നത് അവർക്ക് വീണ്ടെടുപ്പ് ലഭിക്കാനും. നമ്മൾ പിന്നീട് ചിന്തിക്കും രൂത്തിനെ കുറിച്ച്. രൂത്ത് വന്നപ്പോൾ അവർക്ക് എന്ത് ലഭിച്ചു? ഒരു വലിയ വീണ്ടെടുപ്പ് ലഭിച്ചു. ആ ഒരു ഭാഗ്യം ഓർമ്മയ്ക്ക് ലഭിക്കാതെ പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അത് മാത്രമല്ല, അവളുടെ പേര് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. 1-ാം അധ്യായത്തിൽ ഓർമ്മയെ കുറിച്ച് പറഞ്ഞ് ദൈവാത്മാവ് ആ പേരിന് ഒരു സമാപ്തി വരുത്തുകയാണ്. അവളെ പുഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ തിരുവനന്തപുരത്തിൽ ഒരിടത്തും ഈ ഒരു പേര് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. തീർന്നില്ല. ഇന്ന് എവിടെയെങ്കിലും നമ്മുടെ ഏതെങ്കിലും വിശ്വാസികളെ കുഞ്ഞിന് ഓർമ്മയെന്ന് ആരെങ്കിലും പേരിട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ രൂത്ത് എന്ന പേര് എത്രയോ ധന്യരായ നിത്യയിൽ വിശ്രമിക്കുന്ന അനുഗ്രഹനായ ദേവദാസൻ ഡോക്ടർ വിലി ഗ്രഹാമിന്റെ ഭാര്യയുടെ പേര് രൂത്തായിരുന്നു. ഇതുപോലെ ഈ ഭൂമിയിൽ എത്രയോ രൂത്തുമാർ ദൈവകൃപയോടെ വിശുദ്ധിയോടെ വിശുദ്ധ സ്ത്രീകൾക്ക് യോഗ്യമാകുന്ന ഭയഭക്തിയോടെ ജീവിക്കുന്ന അനേക രൂത്തുമാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഓർപ്പ എന്ന് പറയുന്നത് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ചില വാക്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ആ പേര് അതോടുകൂടെ എന്നേക്കുമായിട്ട് മാറ്റപ്പെട്ടു. ആരും ഇന്ന് ആ പേര് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നല്ല പേര് സുഗന്ധ തൈലത്തേക്കാണ്, അല്ലെ? നല്ല പേര് സുഗന്ധ തൈലത്തേക്കാൾ ശ്രേഷ്ഠമുള്ളതാണ്. അപ്പോൾ ആ ഒരു പേര് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട്. ഏറ്റവും ഒടുവിലായി ഓർപ്പയുടെ നിത്യത എവിടെയാണ് നമുക്കറിയില്ല. അവളുടെ ദേവന്റെ അടുക്കിലേക്കാണ് പോയത്, വിഗ്രഹാരാധനയിലേക്കാണ് പോയത്. അവളുടെ നിത്യത എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ പറയട്ടെ. 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ രൂത്തിന്റെ നിർണായകമായ ഒരു തീരുമാനത്തെ നമ്മൾ കാണുകയാണ്. ഇവിടെ പ്രോത്സാഹന വാക്കുകളൊന്നും നവോമിയിൽ നിന്ന് കേൾക്കുന്നില്ല. നിരാശാജനകമായ വാക്കുകളാണ് നവോമി ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രൂത്ത് തന്റെ വിശ്വാസത്താലാണ് തന്റെ യാത്ര ആരംഭിച്ചത്. അവൾ നടന്നത് വിശ്വാസത്താണ്, ഒരിക്കലും കാഴ്ചയാലല്ല. അവളുടെ ഹൃദയത്തിൽ ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം 16-17 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ തീരുമാനത്തിന്റെ ചില പ്രത്യേകതകൾ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആ തീരുമാനം എന്ന് പറയുന്നത് സ്വന്തമായി എടുത്ത ഒരു തീരുമാനമാണ്. ആരുടെയും പ്രേരണ കൊണ്ടെടുത്ത ഒരു തീരുമാനം. അമ്മായി എന്താണ് പ്രേരിപ്പിച്ചത്? നീ പോരണ്ട മിക്കോളാണ്. പക്ഷേ രൂത്തിന്റെ മാതാപിതാക്കൾ, അവളുടെ സഹോദരങ്ങൾ, കുടുംബക്കാരൊക്കെ ഒരു പക്ഷേ വന്ന് അവളോട് പറഞ്ഞു കാണും നീ പോകണ്ട. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൾ സ്വന്തമായിട്ടെടുത്ത തീരുമാനമാണ്. പ്രേരണയാൽ, ആരുടെയെങ്കിലും പ്രലോഭത്തിന് വഴങ്ങിയോ ആരുടെയെങ്കിലും ഇംഗിതത്തിന് വഴങ്ങിയോ എടുത്ത ഒരു തീരുമാനമല്ല എന്നുള്ളത് നാം നോക്കേണ്ടത് ആവശ്യമാണ്. വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുന്നത് ആ നിലയിൽ തന്നെയായിരിക്കണം. സാധാരണ ദൈവദാസന്മാർ സുവിശേഷം പറയുമ്പോൾ ഏറ്റു പറയിപ്പിക്കുന്ന രീതിയുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും ഈ സുവിശേഷം കേട്ട് പാപബോധമുണ്ടായി യേശുക്രിസ്തുവിനെ കർത്താവായ രക്ഷിതാവായിട്ട് ഹൃദയത്തിൽ കർത്താവായ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി സ്വന്തമായി ആ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം. ഏറ്റു പറഞ്ഞു കൊടുക്കുന്നത് തെറ്റെന്നോ അങ്ങനെ ആരും രക്ഷിക്കപ്പെടുകയെന്ന് ഞാൻ പറഞ്ഞതിന്റെ സാരം. എങ്കിലും ഞാൻ പറയട്ടെ, സ്വന്തമായി തിരുവനന്തപുരം നമ്മൾ വായിക്കുന്ന യജമാനന്മാരെ രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ചോദിക്കുകയാണ്, അല്ലെ? ഇതാ വെള്ളം സ്നാനത്തിന് എന്ത് വിരോധം? ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്, കാലം പിടിച്ച് ചോദിക്കുകയാണ്. സഹോദര ചെയ്യുമോ കൈ ഉയർത്താമോ ഒക്കെ ചോദിക്കാറില്ല. പക്ഷേ ഇവിടെ ഇതാ സ്വന്തമായ ഒരു തീരുമാനമാണ്. സ്വന്തമായ ആരുടെയും ഇംഗിതത്തിനോ ആരുടെയും പ്രലോഭനത്തിനോ വഴങ്ങിയെടുത്ത തീരുമാനമല്ല. അതാണ് രൂത്തിന്റെ തീരുമാനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആ തീരുമാനത്തിൽ മറ്റൊരു കാര്യമുണ്ട്. പ്രതികൂല സാഹചര്യത്തിലാണ് ആ തീരുമാനം എടുത്തത്. പ്രതികൂല സാഹചര്യത്തിൽ അവൾ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയാൽ അവളെ സംരക്ഷിക്കുവാൻ അവളുടെ മാതാപിതാക്കളുണ്ടാകാം, നാട്ടുകാരുണ്ടാകാം, ചാർച്ചക്കാരുണ്ടാകാം. അവൾക്ക് അവിടെ ഒരു ദേവനുണ്ട്, ആ നിലയിൽ ഒരു സംസ്കാരമുണ്ട്. വിഗ്രഹാരാധനയാണെങ്കിൽ പോലും അവിടെ അവൾക്ക് ജീവിക്കാം. മുൻപോട്ട് പോകുന്നത്, അമ്മായിയോടൊപ്പം പോകുന്നത് തികച്ചും ഇരുളടഞ്ഞ ഭാവിയിൽ പലരും പറഞ്ഞു കാണത്തില്ലേ,
ഇരുളടഞ്ഞ ഭാവിയാണ്. ഈ സ്ത്രീയുടെ പിന്നാലെ പോയ നിന്റെ ഭാവി ജീവിതം എന്താണ്? നിനക്ക് ആഹാരം തരും, നിന്റെ വസ്ത്രം തരും, നിന്റെ കാര്യങ്ങളിൽ ആര് ശ്രദ്ധിക്കും, നിന്നെ ആര് സംരക്ഷിക്കും എന്നൊക്കെ ഒരുപക്ഷെ മനോഹരമായ വാക്കുകൾ ഒരുപക്ഷെ കേട്ടിട്ടാണ് നിന്റെ പ്രിയപ്പെട്ടവരെ. ഇവിടെ ഇതാ ജീവിതത്തിൽ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് അവൾ അങ്ങനെ ഒരു തീരുമാനം. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, അനുകൂലങ്ങൾ കടന്നു വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുവാൻ വളരെ എളുപ്പമാണ്. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. മറ്റൊരു പ്രത്യേകത, തീരുമാനത്തിന്റെ പ്രത്യേകത, അത് വിശ്വാസത്താൽ എടുത്ത തീരുമാനമാണ്. അവളൊന്നും കണ്ടുകൊണ്ടല്ല തീരുമാനമെടുത്തത്. അവിടെ മാർഗനാട്ടിൽ പോയാൽ ബോബസിന്റെ വയലിലേക്ക് പോകുമെന്നും ബോബസ് വിവാഹം കഴിക്കുമെന്നും അവിടെ നാളെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവി തനിക്ക് ലഭിക്കുമെന്നോ തന്റെ വംശാവലിയിലൂടെ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വരുമെന്നോ അങ്ങനെ ഭാവിയിൽ യൂത്തിന് ലഭിക്കാൻ പോകുന്ന ഒരു അനുഗ്രഹങ്ങളും ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല, ആരും പ്രവചിച്ചിട്ടില്ല. അത് കണ്ടുകൊണ്ടല്ല, അവൾ തികച്ചും വിശ്വാസത്താലാണ് ആ തീരുമാനത്തെ ഉൾക്കൊള്ളുന്ന തീരുമാനമെടുത്തു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഓർമ്മ കാഴ്ചയാണ് നടന്നത്, പക്ഷേ യൂത്ത് വിശ്വാസത്താൽ നടന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട്. അത് മാത്രമല്ല, ആ തീരുമാനത്തിന്റെ സമയം തക്ക സമയത്തെടുത്ത തീരുമാനം. ആ തീരുമാനം എടുക്കേണ്ട സമയത്തെടുത്ത ഒരു തീരുമാനമാണ്. അത് മാറ്റിവെച്ചില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നിലയാക്കി വെച്ചില്ല. അത് എടുക്കേണ്ട സമയത്ത് എടുത്ത തീരുമാനമാണ്. പലപ്പോഴും ആത്മീയമായി നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കാത്തത് കൊണ്ട് ജീവിതത്തിൽ കടുത്ത വില നൽകേണ്ടതായിട്ട് വന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ടില്ലേ? ഒന്ന് ഓർത്തു നോക്കിക്കേ. ദൈവത്തിന്റെ ആത്മാവ് ആ നിലയിൽ ചില സ്മരണകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നുവെങ്കിൽ, രക്ഷിക്കപ്പെട്ട നാളിന് ശേഷമുള്ള ഒരു ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക. ചില നിർണായക സമയങ്ങളിൽ തീരുമാനം എടുക്കേണ്ടതിന് പകരം മൗനമായിരുന്നപ്പോൾ ആത്മീയമായി കുടുംബത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, മക്കളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ, അവരുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കാത്തതിന്റെ പരിണിതഫലമായി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, വ്യഥകൾ, കൊടുക്കേണ്ടി വന്ന വില വലുതല്ലേ? അതെ, ജീവിതത്തിൽ അങ്ങനെയുള്ള അതിദാരുണമായ അനവധിയായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിനന്ദനമായ കാര്യമാണ്. ഞാൻ ഓർമ്മിക്കട്ടെ, അത് തക്ക സമയത്ത് എടുത്ത തീരുമാനമാണ്. അത് മാത്രമല്ല, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയ തീരുമാനമാണ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, ജീവിതത്തിൽ തീരുമാനമെടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളേക്കാം. പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ ജനുവരി മാസം 1-ാം തീയതി ആകുമ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കും ചില ഉന്നതന്മാരെ, സെലിബ്രിറ്റികളും അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ അവരോട് മാധ്യമങ്ങൾ ചോദിക്കും, നിങ്ങൾ ഈ വർഷം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ ചില തീരുമാനങ്ങളൊക്കെ പറയാറുണ്ട്. ചിലർ പറയും പുകവലിക്കാറില്ല, നല്ലതാണ്. ചിലർ പറയും ഞാൻ മദ്യപിക്കാൻ പോകുന്നില്ല, നല്ലതാണ്. മറ്റേ പറയും എന്റെ പ്രവർത്തന ശൈലിയിൽ കുറച്ചൊക്കെ മാറ്റം വരും. പക്ഷേ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തവർ ചില ആഴ്ചകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ച് പഴയതിനേക്കാൾ അപ്പുറമായി ജീവിതത്തിൽ ആ പ്രവൃത്തികൾ ഏർപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 31-ാം തീയതി രാത്രിയിലെ വിശ്വാസികളുടെ സാക്ഷ്യയോഗങ്ങൾ കൂടുമ്പോൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ വർഷം പറഞ്ഞ അതേ സാക്ഷ്യമായിരിക്കും അടുത്ത വർഷം പറയുന്നത്. മൊബൈൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചാൽ മതിയായി, അത് ഒരു വ്യത്യാസമില്ല അല്ലേ? ഈ വർഷം എല്ലാവരുടെയും ഒന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല, യോഗങ്ങൾ മുടങ്ങിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. കർത്താവ് വിളിച്ചാൽ അടുത്ത വർഷം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരാണ് വിശ്വാസികൾ ഭൂരിഭാഗം പേര്. നോക്കുക, അത് തീരുമാനമൊക്കെ എടുക്കാറുണ്ട്, പക്ഷേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവൾ തീരുമാനമെടുത്തു, പക്ഷെ ആ തീരുമാനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആ തീരുമാനത്തിന്റെ രണ്ട് പ്രത്യേകതകളൊക്കെ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടപ്പെടുത്തിയാണ് അവൾ ആ തീരുമാനം ജീവിതത്തിൽ എടുത്തത്. ജീവിതത്തിൽ അവൾക്ക് ചിലതൊക്കെ അവളുടെ ജീവിതത്തിൽ വില കൊടുക്കേണ്ടതായിട്ട് വന്നു, ചിലതൊക്കെ അവളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ പിതാവിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞതാണ്, ഈ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഈ തെണ്ടിത്തിരിയേണ്ടി വരും, ഇവരുടെ ഭാവി എന്താകും, അവരുടെ ജീവിതം എന്താകും. പക്ഷെ ഇപ്പോൾ കാലചക്രം തിരിച്ചുറിയപ്പോൾ തെണ്ടുന്നത് അവരാണ്. ഞങ്ങളുടെ ദൈവം അതിനെ അനുവദിച്ചില്ല. ദൈവം ഞങ്ങളുടെ ദേശത്തെ ഏറ്റവും നല്ല നിലയിൽ മാനിച്ചു, ദൈവം ആദരിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ആ നിലയിൽ വരുവാനായിട്ട് സാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം തിരുവനന്തപുരത്തേക്ക് വായിക്കുന്നത് ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ദൈവവചനത്തെ അംഗീകരിക്കുന്നവരെ, ദൈവവചനത്തെ മാനിക്കുന്നവരെ ദൈവത്തിന് മാനിക്കാതിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ചില നഷ്ടങ്ങൾ, അതെ, ചില നേട്ടങ്ങൾ, ലഭിക്കേണ്ട നേട്ടങ്ങൾ
മാറ്റിവെച്ചിട്ട് പ്രത്യക്ഷമായ നിലയിൽ അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ നഷ്ടങ്ങളുടെ പിന്നാലെ പോയപ്പോൾ അത് പിന്നീട് അവർക്ക് ലാഭമായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടിയതാണ് ഈ തീരുമാനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ സമൂഹം ജീവിതത്തിൽ വിലയുള്ള പലതും നഷ്ടപ്പെടുത്തിയിട്ട് വിലയില്ലാത്തതിന് പിന്നാലെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിൽ ആദ്യമായി നോബൽ സമ്മാനം സമ്മാനിച്ച ഒരു മഹാമനുഷ്യനുണ്ട്, രവീന്ദ്രനാഥ ടാഗോർ. കാവ്യാഞ്ജലി എന്ന് പറയുന്ന ആ മഹത്തായ ഗീതയിലൂടെ ആ കാവ്യത്തിലൂടെ നോബൽ സമ്മാനം നമ്മുടെ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ ആ മഹാമനുഷ്യൻ ഒരിക്കൽ കൽക്കട്ടയിൽ നിന്ന് യുവാക്കളെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്. എന്താണെന്ന് അറിയാവുന്നത്? കൽക്കട്ടയിലെ യുവാക്കളെ നോക്കിയിട്ട് പറഞ്ഞത്, കയ്യിലിരിക്കുന്ന രക്തം ഉപേക്ഷിച്ചിട്ട് പകരം കുപ്പിച്ചിട്ട് കയ്യിലെടുക്കുന്ന തലമുറ എന്നാണ്. കയ്യിലിരിക്കുന്ന എന്താണ്? വില കൂടിയ രക്തങ്ങളാണ്, വൈദ്യുതിയ കൈകളാണ്, മൂല്യം ധാരാളം പണം ലഭിക്കുന്ന കോടികൾ വിലയുള്ള രക്തങ്ങൾ കയ്യിലിരിക്കുമ്പോൾ അതിനെ കളച്ചിട്ട് പകരം എന്താ കയ്യിലെടുക്കുന്നത്? കുപ്പിച്ചില്ല. കുപ്പിച്ചിട്ട് കയ്യിലെടുക്കാനുള്ള അവസ്ഥ എന്താണ്? അവിടെ രക്തച്ചൊരിച്ചിട്ടാണ്. ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. കയ്യിലിരിക്കുന്ന ആത്മീയ സമ്പത്തുകളെ, കൈവന്ന ആത്മീയ നേട്ടങ്ങളെ ഉപേക്ഷിച്ചിട്ട് കുപ്പിച്ചില്ലുകളാണ് പകരം കയ്യിലെടുക്കുന്നത്. അവിടെ പ്രശ്നങ്ങളും വേദനകളും കടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. മാത്രമല്ല, പിന്നീട് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ ഒരിക്കലും ഒരു കുറ്റബോധമോ നഷ്ടബോധമോ വരാത്ത നിലയിലുള്ള ഒരു തീരുമാനമായിരുന്നു രൂത്തിന്റെ തീരുമാനം. രൂത്ത് ഒരിക്കലും പറഞ്ഞില്ല, ഞാനങ്ങനെ ഒരു തീരുമാനമെടുത്തത് എനിക്ക് നഷ്ടമായി പോയി. രൂത്ത് ഒരിക്കലും പറഞ്ഞില്ല, ഞാനങ്ങനെ തീരുമാനമെടുത്തത് കൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് പലതും നഷ്ടമായി എന്ന്. സാധാരണ ഞാൻ പറയാറുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായ രക്ഷിതാവായി സ്വീകരിച്ച ഏതൊരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നാളുകളേറെ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരിക്കലും ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് നഷ്ടമായി പോയി എന്ന് ആർക്കും ഇന്നുവരെ പറയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആരും അങ്ങനെ പറഞ്ഞ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഇല്ല. എല്ലാവർക്കും നേട്ടങ്ങളുടെ ചരിത്രമാണ്. ദൈവം അവരെ നടത്തിയ വിധങ്ങളെയാണ്. ദൈവം അവരെ ഉയർത്തിക്കൊണ്ടുവന്ന ആത്മീയമായും അതോടൊപ്പം തന്നെ ഭൗതികമായ നന്മകളാൽ ദൈവം അവരെ നടത്തിക്കൊണ്ടുവന്ന ചരിത്രമാണ് അവർക്ക് പറയാനുള്ളത്. തിരിഞ്ഞു നോക്കി ആർക്കും ഇന്നവരെ വിലപിക്കേണ്ടതായിട്ട് വന്നില്ല. യേശുക്രിസ്തു വിശ്വസിച്ചത് മുഖാന്തരം എനിക്ക് പലതും നഷ്ടമായി പോയി എന്ന് ആർക്കും ഇന്നുവരെ പറയാനായിട്ടില്ല. നഷ്ടബോധവും കുറ്റബോധവും ഉണ്ടാകാത്ത ഒരു തീരുമാനമായിരുന്നു ഇതിന്റെ തീരുമാനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ഒടുവിലായി എനിക്ക് അനുവദിച്ചിരുന്ന സമയത്തിനുള്ളിൽ ആ വസ്തുത പറഞ്ഞു നൽകുവാൻ ആഗ്രഹിക്കുന്നു. യൂത്തിന്റെ തീരുമാനത്തിന്റെ ചില പ്രത്യേകതകൾ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എന്താണ് നമ്മൾ വായിക്കുന്നത്? തന്റെ അമ്മായിയമ്മയായ നവോമിയോട് യൂത്ത് പറയുന്നത്, നീ പോകുന്നിടത്ത് ഞാനും. ഇത് യാത്രയ്ക്കുള്ള ഒരു തീരുമാനമാണ്. നീ പോകുന്നിടത്ത് ഞാനും പോകും. യാത്രയ്ക്കുള്ള തീരുമാനമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം യാത്രയ്ക്കുള്ള തീരുമാനമെടുത്തവരാണ്. കാൽവരി ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന്, രക്താഭിഷിക്തമായ മരക്കുരിശിന്റെ ചുവട്ടിൽ നിന്ന് നമ്മുടെ വിശ്വാസത്താൽ നമ്മുടെ യാത്ര ആരംഭിച്ചു. സ്വർഗീയ നാട് ലക്ഷ്യമാക്കി അതിൽ സഞ്ചരിക്കുന്ന സിയോൻ സഞ്ചാരികളായി നാം യാത്ര ആരംഭിച്ചു. യാത്രയ്ക്കുള്ള തീരുമാനമാണ് ഇവിടെ കാണുവാനായിട്ട്. 2, അവിടെ നമുക്ക് വായിക്കുന്നത്, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. അത് കൂടെ ഇരിക്കുവാനുള്ള ഒരു തീരുമാനമായിട്ട് നമുക്ക് മനസ്സിലാക്കുക. യൂത്ത് അമ്മയോട് പറയുകയാണ്, നീ പോകുന്നിടത്ത് ഞാനും പോകും. അത് യാത്രയ്ക്കുള്ള തീരുമാനമാണെങ്കിൽ നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും എന്ന് പറയുന്നത് എന്താണ്? കൂടെ ഇരിക്കുവാനുള്ള ഒരു തീരുമാനം. നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കണം. കർത്താവിനോടുകൂടെ ഇരിക്കണം. കർത്താവ് ഈ ഭൂമിയിലെ പലരും കർത്താവിനോട് കൂടെ ഇരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അതായത് സുവിശേഷം 26-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ, അല്പം ഉറങ്ങിയാണെങ്കിൽ കർത്താവിനോടുകൂടെ ശിഷ്യന്മാർ എന്തിരുന്നു? പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവിനോടൊപ്പം. അല്ലെ? പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവിനോടൊപ്പം. അത് മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ കർത്താവിനോടുകൂടെ ഒരു സ്ത്രീ ഇരിക്കുകയാണ്, മറിയ. മാർത്തയുടെയും ലാസറിന്റെയും സഹോദരിയായ മറിയ. അവർ കർത്താവിനോടുകൂടെ ഇരിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവിന്റെ പാദപീഠത്തിരുന്ന് വചനം കേൾക്കുവാനാണ്. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നു. കർത്താവിനോടുകൂടെ ഇരിക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ മറ്റൊരു വ്യക്തി കർത്താവിനോടൊപ്പം പന്തിയിരിക്കുകയാണ്. ആരാണ്? അഴുകി നാറ്റം വെച്ചിരുന്ന, ജീവിതത്തിന്റെ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്ന ലാസർ ഇപ്പോൾ കർത്താവിനോട് ഇരിക്കുന്നു. അഥവാ ആരാധന. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ വചനം പഠിക്കുവാനായിട്ട് ഇരിക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് ഇരിക്കുവാൻ
ഇവിടെ രൂത്ത് തീരുമാനമെടുക്കുകയാണ്, നീ പോകുന്നിടത്ത് ഞാൻ പോകും, അല്ലെ, നിന്റെ കൂടെ നീ പോകുന്നിടത്ത് ഞാനും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും എന്ന് പറഞ്ഞാൽ നീ എവിടെയാണോ അവിടെ ഞാൻ കൂടെ ഇരിക്കുവാനുള്ള ഒരു തീരുമാനം എന്ന് നമ്മളിവിടെ കാണുന്നു. മൂന്നാമതായിട്ട് ആരംഭത്തിന്റെ തീരുമാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിന്റെ ജനത്തിന്റെ, ഇത് എന്താണ്, ദൈവജനത്തോട് ചേരുവാൻ, വേർപെട്ട ഒരു ജീവിതം ചെയ്യുവാൻ ഉള്ള ഒരു തീരുമാനമാണ്. നിന്റെ ജനമാണ് എനിക്കൊരു ജനമുണ്ട്, അവർ വിഗ്രഹാരാധികളാണ്. എനിക്കൊരു ജനമുണ്ട്, അവർ ദുർഭൂതത്തെ സേവിക്കുന്നവരാണ്. എനിക്കൊരു ജനമുണ്ട്, ഈ ഭൂമിയിലെ നന്മ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ്. അതിനപ്പുറമുള്ള ഒരു ജീവിതം, അതിനപ്പുറമുള്ള ഒരു സ്വർഗം, അതിനപ്പുറമുള്ള ഒരു നരകം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ബോധമില്ലാത്തവരാണ്. അവരല്ല എന്റെ ജനം. നിന്റെ ജനമാണ് എന്റെ ജനം. അഥവാ വേർപെട്ട ഒരു ജീവിതം ചെയ്യുവാനുള്ള ഒരു തീരുമാനം അവിടെ കാണുന്നത്. പിന്നീട് നമ്മൾ വായിക്കുന്നത് നിന്റെ ദൈവം നിന്റെ ദൈവം. വാസ്തവത്തിൽ നമ്മുടെ രീതിയിൽ ഒന്നാമത് ഇതാണ് പറയുന്നത്, നിന്റെ ദൈവം. എന്നാൽ രൂത്ത് അവസാനമാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ദൈവം. നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുമ്പോൾ രൂത്തിന് ഒരു കാര്യം ബോധ്യമായി, നവോമിയുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവരാണ് യഥാർത്ഥ ദൈവം. രൂത്ത് ആരാധിച്ചിരുന്ന, അവളുടെ പിതാക്കന്മാർ സേവിക്കുന്ന, അവളുടെ ആ സമൂഹം ആരാധിക്കുന്ന ദൈവത്തിന് ജീവനില്ലാത്ത ദൈവമാണെന്നും ആ ദൈവത്തിന് മനുഷ്യൻ നിലവിളി കേൾക്കാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്റെ ഭർത്താവ് മരണപ്പെട്ടതോടുകൂടെ, തന്റെ കുടുംബത്തിൽ മരണങ്ങൾ നടന്നതോടുകൂടെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇവിടെ ജീവനുള്ള ദൈവമുണ്ട് എന്നും ആ ദൈവത്തെ വിളിച്ചാൽ വിളി കേൾക്കുമെന്നും ആ ദൈവം അനുഗ്രഹിക്കും, സഹായിക്കും, ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിവുള്ളവരാണെന്നുള്ള യാഥാർത്ഥ്യം അവിടെ മനസ്സിലാക്കുകയാണ്. എന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയണമെങ്കിൽ ജീവിതത്തെ ആദരയെ സമർപ്പിച്ചവർക്ക് എന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. ജീവിതത്തിൽ അത്രത്തോളം വിശ്വാസവും ജീവിതത്തിൽ അത്രത്തോളം ധൈര്യവും ഉറപ്പും കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ആ നിലയിൽ പറയുവാനായിട്ട് സാധിക്കൂ. ഏറ്റവും കൂടുതൽ അവർ പറയുകയാണ്, ഈ മരിക്കുന്നത് ഞാൻ മരിച്ച് അടക്കപ്പെടുന്ന മരണത്താലല്ലാതെ നമ്മൾ വേർപിരിയുകയും. നോക്കുക, ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധത്തിലേക്ക് വരുവാൻ അവൾ ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ ഒരു സമർപ്പണം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രൂത്തിന്റെ ജീവിതത്തിൽ ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പിന്നീട് അവളുടെ ജീവിതം എന്തായി തീർന്നുള്ളത് ആ പുസ്തകം, ആ വരികൾ നമ്മൾ വായിച്ചാൽ നമുക്ക് ഏറ്റവും അതിശയകരമായി തോന്നുകയില്ല. ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തന്റെ കൃപ പ്രവർത്തിക്കുവാൻ തുടങ്ങിയ, ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ തന്റെ കരുണയുടെ പ്രഭ ചൊരിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം ഏതെല്ലാം നിലയിൽ മാറ്റപ്പെടും, രൂപാന്തരപ്പെടും. ഈ ചെറിയ സംഭവത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് വിളിച്ചറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശു കർത്താവിനെ ഹൃദയത്തിൽ കർത്താവായ രക്ഷിതാവായിട്ട് സ്വീകരിക്കാത്തവരായിട്ടുണ്ട് എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഒരു തീരുമാനത്തിന്റെ രാത്രിയാകട്ടെ. തിരിഞ്ഞു നോക്കിയാൽ ജീവിതത്തിൽ ഒന്നും തന്നെ നേട്ടമെന്ന് പറയുവാനൊന്നും തന്നെ ഇല്ല. തിരിഞ്ഞൊന്ന് മോഹത്തിലേക്ക് നോക്കിയാൽ ശവക്കുഴികൾ മാത്രമാണ് കാണുന്നത്. തിരിഞ്ഞൊന്ന് നോക്കിയാൽ കണ്ണുണ്ടായിട്ട് കാണാത്ത, ചെവിയുണ്ടായിട്ട് കേൾക്കാത്ത, കരങ്ങളുണ്ടായിട്ട് പ്രവർത്തിക്കാത്ത, മനുഷ്യന്റെ കണ്ണുനീർ കണ്ടാൽ കരളറിയാത്ത, ജീവനില്ലാത്ത പ്രതിമകളല്ലേ? അത് മാത്രമല്ല, അങ്ങനെ ഒരു സംസ്കാരമല്ലേ? എന്നാൽ മുന്നോട്ട് നോക്കുക, ഇവിടെ ജീവനുള്ള ഒരു ദൈവമുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളാണ് എങ്കിൽ പോലും നീ എന്റെ ദൈവം, എന്റെ കർത്താവ് എന്ന് പറഞ്ഞ് ശരിയായ ഒരു തീരുമാനം എടുക്കുവാൻ സാധിച്ചാൽ, ആ കർത്താവിനായിട്ട് ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്താൽ, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന തന്റെ ശാശ്വത ഭൂമത്തിൽ തന്റെ മക്കളാക്കി നമ്മെ തന്റെ അവകാശങ്ങളാക്കി തീർക്കും എന്നുള്ളത് ഈ അധ്യായത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി ആ വാക്ക് നാട്ടിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കർത്താവിനെ വെച്ച് അടുത്ത ദിവസത്തിന്റെ ബാക്കി ഭാഗം നമുക്ക് ചിന്തിക്കാം. ഞാൻ വളരെ ലളിതമായ നിലയിൽ ദൈവം എനിക്ക് തന്ന പ്രകാശത്തിനനുസരിച്ചാണ് ഈ കാര്യങ്ങൾ എന്നോട് പറയുന്നത്. കാരണം ഇത് സുവിശേഷമൊന്നുമല്ല എന്നുള്ളത് കൊണ്ട് ആ നല്ലൊരു പഠനം എന്ന നിലയിലാണ് ഈ നിലയിലും ഞാൻ ഭാഗം സ്വീകരിച്ചു വന്നത്. ദൈവം സഹായിക്കട്ടെ. ഇത്രയും സമയം ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് എല്ലാവർക്കും ലഭിക്കട്ടെ. ഈ പഠനം അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം ലഭിക്കുന്നതിനോട് ദൈവസഭയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്നെല്ലാം ഇരിക്കുന്നു. ദൈവം നമ്മെ സമർപ്പിക്കാൻ അനുഗ്രഹിക്കട്ടെ. അവർ നാമം പ്രാർത്ഥിക്കുന്നതാണ്.